മൈ സ്റ്റാർ സീഡ്സ്. വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. നമുക്ക് ഇന്നത്തെ ശ്രീകൃഷ്ണൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് പ്ലേസ് എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് പ്ലേസ് കാണാവോ? ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് കേട്ടോ. അപ്പോൾ ഭഗവാൻ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ലൈഫിലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ എന്തായിരുന്നാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണക്റ്റ് ആകാൻ പോകുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ ജീവിക്കുന്നത് അതെല്ലാം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉടനെ തന്നെ നിങ്ങളിലോട്ട് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടകലാൻ പോകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊമോഷനോ ഒരു ട്രാൻസ്ഫറോ ഒക്കെ ഉണ്ടാകാൻ പോകുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളിലേക്ക് കൂടുതൽ കാശ് അട്രാക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു എനർജി കണക്റ്റ് ആവുന്നുണ്ട്. ഭഗവാൻ ഇവിടെ അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിത സാഹചര്യം അടിമുടി മാറാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വീട് വയ്ക്കാനും അല്ലെങ്കിൽ വാങ്ങാനും പിന്നെ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ചിലർക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കാണുന്നു. ഇത്രയും നാള് നിങ്ങൾ അനുഭവിച്ച സകലമാന അപമാനങ്ങൾക്കും ഒരു ഉത്തരം ഭഗവാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഭക്തരെ മറ്റുള്ളവരുടെ അപമാനത്തിൽ നിന്നും മറ്റുള്ളവർ അപമാനിക്കുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഭഗവാൻ. നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലോട്ട് ചൊരിയാൻ പോകുന്നു. നിങ്ങൾ എന്ന് കരുതി നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട വർക്ക് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. മാറ്റങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. പിന്നെ പോസിറ്റീവ് ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുക. നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യവും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. സമ്പൽ സമൃദ്ധി ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് തരും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുക കേട്ടോ. അതങ്ങ് വിശ്വസിക്കുക. മനസ്സിൽ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക. വിഷമതകൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക. എപ്പോഴും മനസ്സിനെ പോസിറ്റീവ് തോട്ട്സിലും പോസിറ്റീവ് എനർജിയിലും പിന്നെ ഫില്ല് ചെയ്ത് വെക്കുക. അത് പോസിറ്റീവ് എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലോട്ട് വരാനായിട്ട് അത് സഹായിക്കും. നിങ്ങൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യാനുള്ള ലൈഫ് റുട്ടീൻസും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം അതുപോലെ ചെയ്യുക. ബാക്കി കാര്യമെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് പുതിയ ഒരു ലക്ഷറിയസ് ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു വെരി മച്ച്.